Hello, welcome to Anmi Raju Math Classes. നമ്മൾ 3-dimensional geometry സെക്കൻഡ് പാർട്ട് അതിലൊരു പാർട്ട് 2 പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ അവരുടെ ആ ഇന്റർസെക്ടിങ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അതിന് ബേസ് ചെയ്ത് ഒരുപാട് കേസ് സ്റ്റഡി ക്വസ്റ്റൻസ്, രണ്ട് ബൈക്ക് ആക്സിഡന്റ് പറ്റുന്ന അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈൻസ് അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നതൊക്കെ ഒരുപാട് കേസ് സ്റ്റഡി ക്വസ്റ്റൻസ് നമ്മുടെ ബോർഡ് എക്സാമിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ലൈൻ്റെ ഇക്വേഷൻസ് പഠിച്ചു അല്ലേ. അപ്പോൾ രണ്ട് ലൈൻസ് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറിയിലേക്ക് പെടുത്താം. ഓക്കെ, രണ്ട് ലൈൻസ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അതൊരു 2-dimensional ആയിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ വരയ്ക്കുവാണെങ്കിൽ അല്ലെ. ഇതിപ്പോൾ ഒരു പ്ലെയിൻ ആണ്, ഒരു XY പ്ലെയിൻ ആണെന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഒരു ബോർഡ് അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ രണ്ട് ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ either they will intersect or അവർ പാരലൽ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവിടെ സംഭവിക്കുക. ഒന്നീ അവർ ഇന്റർസെക്ട് ചെയ്യും അല്ലെങ്കിൽ അവർ പാരലൽ ആയിരിക്കും. അതേസമയം നിങ്ങൾ സ്പേസിൽ രണ്ട് ലൈൻ വരയ്ക്കണം ആരും ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ ഒരു ലൈനാണ്, ഇത് മറ്റൊരു ലൈനാണ്. ഇവർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇങ്ങനെ വരുമ്പോൾ ഇത് പാരലലാന്ന് നമുക്ക് പറയാം, പക്ഷെ ഇങ്ങനെ വരുമ്പോഴോ അല്ലെ പാരലൽ അല്ല. അതായത് ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് വന്നു, ഈ രണ്ട് ലൈൻ്റെ ഇടയിൽ ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് പാരലൽ. അതേസമയത്ത് ഇന്റർസെക്ടിങ്ങും അല്ല. ദിസ് കൈൻഡ് ഓഫ് ലൈൻസ് ആർ കോൾഡ് സ്ക്യൂ ലൈൻസ്. അപ്പൊ ഈ സ്ക്യൂ ലൈൻസിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല നമ്മൾ അതിന് വേണ്ടിയാണ് പഠിക്കുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ്. അപ്പൊ ഇത് രണ്ട് ലൈൻസ് ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഈ പേനയുടെ ഡിസ്റ്റൻസ് ഇതിന്റെ ഇടയിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ലൈൻ്റെ ഇക്വേഷനും ഈ ലൈൻ്റെ ഇക്വേഷനും ഈ ലൈൻ്റെ ഇക്വേഷനുമാണ്. സോ നമുക്ക് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കും. രണ്ട് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നു എന്ന് കരുതാം. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ L1 is equal to എന്നും പറഞ്ഞ് നമുക്കൊരു ഡിസ്റ്റൻസ് തന്നു, ലൈക്ക് ദസ്. രണ്ട് ലൈൻ്റെ ഇക്വേഷൻ അവർ നമുക്ക് തന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാം. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലൈൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, A plus lambda P, അല്ലെങ്കിൽ ഞാൻ B ടെക്സ്റ്റിലെ ഫോർമുല തന്നെ എടുക്കാൻ വേണ്ടി B എന്ന് എഴുതുവാണ്. R is equal to A plus lambda B. ഇവിടെ A1 B1 എന്ന് വിളിക്കുവാണ്. Another line A2 plus mu B2. സോ രണ്ട് ലൈൻസ് ഞാൻ എഴുതിയല്ലോ, A1 plus lambda B1, A2 plus mu B2. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ലൈൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും B1 ഉണ്ടാവുക, സെക്കൻഡ് ലൈൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും B2 ഉണ്ടാവുക, റൈറ്റ്. അപ്പോൾ ആ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് മതി, B1 ഉം B2 മതി. ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ. ഇവർക്ക് രണ്ട് പേർക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് പേർക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ രണ്ട് പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ ആണ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ടു ഫൈൻഡ് എ വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടേഴ്സ്, അവരുടെ പാരന്റ് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുതിയൊരു വെക്ടറിനെ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് പ്രൊഡക്ട് ചെയ്യണം അല്ലെ. ക്രോസ് പ്രൊഡക്ട് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഡയറക്ഷൻ ഇരിക്കണേ, ഈ ഷോർട്ടസ്റ്റിന്റെ ഡയറക്ഷൻ ഇരിക്കണേ. സോ ഇതിന്റെ ഫോർമുല ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ B1 ഉം B2 ഉം തമ്മിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ക്രോസ് പ്രൊഡക്ട് ചെയ്യേണ്ടി വരും അല്ലെ. ക്രോസ് പ്രൊഡക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ഒരു വെക്ടറിനെ കിട്ടും. പക്ഷെ ആ വെക്ടർ നമുക്ക് ആവശ്യമില്ല, ഡയറക്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഈ രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ഇതിന് എന്ത് ചെയ്യാം, ഡിവൈഡ് വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 B2. സോ നൗ ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ലൈൻസ്. രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആയിട്ട് ഇതിപ്പോൾ മാറി അല്ലെ. ഇനി എനിക്ക് വേണ്ട എന്താ, ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ഡയറക്ഷൻ കണ്ടെത്തി. ഇനി ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇവരിലുള്ള പോയിന്റ്സ് സബ്ട്രാക്ട് ചെയ്യാം, A2 minus A1. ഓക്കെ, സോ ദിസ് വിൽ ഗിവ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്, ലൈക്ക് ടു സ്ക്യൂ ലൈൻസ് എന്ന് എടുത്തു പറയണം. കാരണം വേറൊരു ടൈപ്പ് ഓഫ് ലൈനും കൂടി അവിടെ വരുന്നുണ്ട്, എന്താ, പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് വേറൊരു ഫോർമുല ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് വരുമ്പോൾ A2 minus A1. ഓക്കെ, ഇവിടെ രണ്ട് വെക്ടർ വരുമോ, ഇല്ല, പാരലൽ ആണ്, രണ്ട് സെയിം ആണ്. B1 B2 എന്ന് പറയാനില്ല. അപ്പൊ നമുക്ക് അവിടെ B ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B ക്രോസ് ചെയ്യാം, വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പൊ ഇതിന്റെ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫോർമുലാസ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ആൻഡ് ദിസ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് കണ്ടുപിടിക്കാം. രണ്ട് ലൈൻ്റെ ഇടയിൽ കിടക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ സ്ക്യൂ ലൈൻസ് എന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക.
ഇതൊരു ബുക്കാണ് അല്ലേ. അപ്പോൾ ഈ ബുക്കിന്റെ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു, ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു, ഇവിടെ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, റൈറ്റ്. അപ്പോൾ ഈ ഒരു പേജ് എടുത്ത നേരെ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി, അല്ലെങ്കിൽ ഇതൊരു പ്ലെയിനിലാണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ ലൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേ ആർ ഇന്റർസെക്റ്റിംഗ്. ഈ ഗ്യാപ്പ് ഇവിടെ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ, ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇന്റർസെക്റ്റിംഗ്. ആ രണ്ട് ലൈൻസ്, ഇവിടെ വരച്ച ലൈനും ഇവിടെ വരച്ച ലൈനും നമ്മൾ ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ആ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് ഈ ക്വസ്റ്റിനെ കണ്ടെത്തേണ്ടത്. ഇവര് രണ്ട് സ്ക്യൂ ലൈൻസ് ആണ്, ഇവരുടെ ഡിസ്റ്റൻസ് 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേ വിൽ ഇന്റർസെക്ട്. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഫോർമുല കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് അവർ തന്നിട്ടുണ്ട്, അതിനിങ്ങനെ കാർട്ടീഷ്യൻ ഫോർമുല എഴുതുക. വെക്ടർ ഇക്വേഷനിലും കാർട്ടീഷ്യൻ ഫോർമുല എഴുതിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാർട്ടീഷ്യൻ ഫോർമുല എഴുതുക ആൻഡ് ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട് പറയാം. നമുക്ക് അതിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? A1 വേണം. A1 എവിടെ ഉണ്ടാവുക? x മൈനസ് x1. നമ്മൾ ഇന്നലെ പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. x1, y1, z1. ദാറ്റ് ഗിവൺ പോയിന്റ് ദാറ്റ് വിൽ ബി ഓൺ ദ ന്യൂമറേറ്റർ. അത് കാണാതെ ഇതിലേക്ക് വന്നിരിക്കുന്നവർ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, നോക്കുക. ആൻഡ് ഇവിടെ നമുക്ക് വരുന്നത് -1i + 3j - 2k. ഇതാണ് A1. ആൻഡ് ഫ്രം ദിസ് വിൽ ഗെറ്റ് A2. എക്സിന്റെ കൂടെ ആരുമില്ല, ദാറ്റ് മീൻസ് 0 ആയി. അപ്പോൾ അത് എഴുതണമെന്നില്ല. പ്ലസ് 7j - 7k. So this is -i + 3j - 2k and A2 is 7j - 7k. What about B1? B1 എന്താ? B1 എന്ന് ചോദിച്ചാൽ എന്താ? ഫസ്റ്റ് ലൈൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടർ അല്ലെ? ദാറ്റ് ഇസ് 3i - 2j - k. So B1 is 3i - 2j - k. And what about B2? സെക്കൻഡ് ലൈൻ്റെ അതേ ഡയറക്ഷനിലുള്ള വെക്ടർ, ദാറ്റ് ഇസ് -i 3j - 2k. നമുക്ക് A1, A2, B1, B2 കിട്ടിയല്ലോ. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് A2 - A1 കണ്ടുപിടിക്കുക. വാട്ട് ഇസ് A2 - A1? സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 0 ആണ്, 0 - -i. അപ്പൊ എന്ത് വരും? i. 7j - 3j 4j -7k + 2k. So that is -5k. So this is A2 - A1. നമുക്ക് ഇയാളെ കിട്ടി. സെക്കൻഡ് തിങ് എന്താ വേണ്ടത്? B1 ക്രോസ് B2. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് അറിയാത്തവർ ഡിറ്റർമിനന്റ് തന്നെയാണ് അവിടെ വരുന്നത്. നിങ്ങൾക്ക് ബേസിക് കാര്യം നമ്മൾ എന്താ എഴുതാണ്? ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാറ്? i, j, k എന്ന് മുകളിൽ എഴുതും. ഫസ്റ്റ് B1 ക്രോസ് B2 ആണെങ്കിൽ B1ന്റെ എലമെന്റ്സ് എഴുതും 3 -2 -1. B2ന്റെ എലമെന്റ്സ് എഴുതും -1 3 -2. ഓക്കെ, ദെൻ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരിക. ക്രോസ് പ്രൊഡക്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഈ ഒരു i ആ ഒരു റോയും കോളം ഒഴിവാക്കിയിട്ട്, ഡിറ്റർമിനന്റ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, ഇത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്യും അല്ലെ? 5 × 4 -3. സോ 4 + 3 -j × നെഗറ്റീവ് അല്ലെ? ഇതിന്റെ പൊസിഷൻ വൈസ് A11 A12 നെഗറ്റീവ് ചെയ്യുന്ന വരിക. -j ആ റോയും കോളം കളയുമ്പോൾ വിൽ ഗെറ്റ് -6 -1 പ്ലസ് k × ലാസ്റ്റ് ചെയ്യുമ്പോൾ 9 -2. സോ B1 ക്രോസ് B2 നിങ്ങൾക്ക് വരുന്ന 7i + 7j + 7k. This is our B1 cross B2. And what about the magnitude of it? The magnitude എന്ത് വരും? √49 + 49 + 49. തൽക്കാലം അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്കത് എന്തായാലും ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ആവശ്യം വരുന്നത് അല്ലെ? നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. i + 4j - 5k dot product with 7i + 7j + 7k. So dot ചെയ്യുമ്പോൾ by √49 + 49 + 49. മാഗ്നിറ്റ്യൂഡ് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. കമ്പോണൻസ് മാത്രം 7 + 28 - 35 by that magnitude. So here you are getting 0. അപ്പോൾ ഇവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ത് കിട്ടി? 0. നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോരോ വാല്യൂസ് ആണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0. അതിന്റെ അർത്ഥം ദിസ് 2 ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ് ഓർ ദേ ആർ ഇൻ എ സെയിം പ്ലെയിൻ. കോപ്ലെയിനാർ ലൈൻസ് ആണ് ഇവര്. ഓക്കെ, അടുത്ത ചോദ്യം ഇതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരുന്നു? ശ്രദ്ധിച്ചേ. ഇഫ് ദേ ആർ ഇന്റർസെക്റ്റിംഗ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ.
ഇവർ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കൂടി കണ്ടെത്താം. അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടത് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഫോർമുലയിൽ ജസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് അടുത്ത കാര്യമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, എന്താണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ നമ്മൾ ഇമേജിന്റെയും ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറിന്റെയും ക്വസ്റ്റനിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എക്സിന്റെയും വൈന്റെയും ഇസന്റെയും ഒക്കെ വാല്യൂ കണ്ടെത്താനായിട്ട് നോക്കുക. ലെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ, ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ. ഓക്കെ, ഫസ്റ്റ് വണ്ണിന് ഞാൻ ലാംഡ ആയിട്ടും സെക്കൻഡ് വണ്ണിനെ മ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതിൽ നിന്ന് എക്സ് വൈ സെഡ് കണ്ടുപിടിക്കുക, ദാറ്റ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് ടു ലൈൻസ് ആർ ഇന്റർസെക്ടിങ് അല്ലെ? രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ലൈനിന്റെ എക്സ് വൈ സെഡിന്റെ കോർഡിനേറ്റ്സ് തന്നെയായിരിക്കും ഈ ലൈനിന്റെ എക്സ് വൈ സെഡിന്റെ കോർഡിനേറ്റ്സ്, ബിക്കോസ് ദേ ആർ ഇന്റർസെക്ടിങ്. ആ ഇന്റർസെക്ടിങ് പോയിന്റ് സെയിം ആയിരിക്കും. അപ്പൊ ഇവന്റെ കോർഡിനേറ്റ് കണ്ടെത്താൻ ജസ്റ്റ് ഫൈൻഡ് വാട്ട് ഇസ് എക്സ്. 3 lambda minus 1, y is minus 2 lambda plus 3, z is minus lambda minus 2. From the second case, x is equal to minus mu, y is equal to 3 mu plus 7, z is equal to minus 2 mu minus 7. Okay, അപ്പോൾ നമുക്ക് രണ്ടിൽ നിന്നും എക്സ് വൈ സെഡ് കിട്ടി. ഇനിയുള്ള കാര്യം ഈ എക്സ് വൈ സെഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും രീതിയിൽ ലാംഡയുടെ മ്യൂന്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. യു ക്യാൻ യൂസ് എലിമിനേഷൻ മെത്തേഡ് ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാനിപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഈ ഒരു പോർഷൻ ഇത് മാത്രം ജസ്റ്റ് കമ്പയർ ചെയ്യുവാണ്. മൈനസ് മ്യൂ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3 lambda minus 1. സോ ഇത് രണ്ട് ഈക്വൽ ആണ് എന്നാ പറയുന്നത്. 3 lambda minus 1 is equal to minus mu. Minus 2 lambda plus 3 is equal to 3 mu plus 7. നമുക്ക് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ മതി, ബിക്കോസ് ദർ ഇസ് ഓൺലി 2 unknowns, ലാംഡയും മ്യൂ. അപ്പോൾ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക, സോൾവ് ചെയ്യുക. ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിന്ന് ഐ ഗെറ്റ് മ്യൂ ഇസ് ഈക്വൽ ടു 1 minus 3 lambda. ഈ മൈനസ് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 minus 3 lambda. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സെക്കൻഡ് ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ മ്യൂവിന്റെ വാല്യൂ ഉണ്ടെന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ കിട്ടുക? minus 2 lambda plus 3. What is the value of mu? 1 minus 3 lambda. 3 into 1 minus 3 lambda plus 7. Substitute ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 minus 9 lambda plus 7 minus 2 lambda plus 3. 3 cancel ആയി. ഇത് പുറത്തേക്ക് വരുമ്പോൾ 7 lambda equal to 7. Lambda is equal to 1. ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. ഇങ്ങോട്ട് ചെക്ക് ചെയ്യാം. മൈനസ് ലാംഡ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ minus 2 lambda plus 9 lambda, that is 7 lambda. അപ്പോൾ ഓൾറെഡി ഒരു 7 ഉണ്ട്. സോ ലാംഡ is equal to 1. ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ മ്യൂ കണ്ടുപിടിക്കുന്ന ഒരു നിർബന്ധമില്ല. ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ ലാംഡ ഉള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഇസ് എക്സ്? ഇവിടെ ലാംഡ 1 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 3 minus 1. സോ ദാറ്റ് ഇസ് 2. When you find y is equal to minus 2 plus 3. So minus 2 plus 3 is 1. Z is equal to minus 1 minus 2. That is minus 3. So നമ്മുടെ ആൻസർ എന്താ വന്നത്? 2 1 minus 3. That is the intersecting point of these two lines. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചാൽ ചോദ്യം എന്താ? രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റീവ് ആണ്. ആ കോമൺ പോയിന്റ് എങ്ങനെ കണ്ടെത്താം? ഒന്നാമത്തെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഷോ ദാറ്റ് ദേ ആർ ഇന്റർസെക്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്കത് കോപ്ലൈനർ ആണ് അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദാറ്റ് ഇന്റർസെക്ടിംഗ് പോയിന്റ്? എക്സ് വൈസിന്റെ രണ്ട് ലൈനിൽ നിന്ന് കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. ലാംഡയുടെ മ്യൂവിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആരോ അത് കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ് വൈ സെഡ്. ഇതായിരിക്കും രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന കോമൺ പോയിന്റ്. അതായത് 2 1 minus 3. ഓക്കെ, താങ്ക് യു.